शांति देता है प्रभु यीशु तेरा नाम। शांति चल बड़ा शांति देता है प्रभु यीशु तेरा नाम, सबसे ऊंचा है प्रभु यीशु तेरा नाम, सबसे ऊंचा है प्रभु यीशु तेरा नाम। मुक्ति देता है प्रभु, मुक्ति देता है प्रभु यीशु तेरा नाम, मुक्ति देता है प्रभु यीशु तेरा नाम, सबसे ऊंचा है प्रभु यीशु तेरा नाम, सबसे ऊंचा है प्रभु यीशु तेरा नाम। हालेलुया। എനിക്ക് ശബ്ദത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. രാവിലെ സംസാരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഞാൻ വളരെ പ്രാർത്ഥിച്ചു. രാവിലെ വചനമായി നിൽക്കേണ്ടതാണ്. വളരെ ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രത്തോളം സൗണ്ട് ദൈവത്താന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിലെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിലപ്പെട്ട ദൈവഭൃത്യന്മാർക്ക് ഞാനൊരു നന്ദി അറിയിക്കുന്നു, ഒരു വന്ദനത്തെ അറിയിക്കുന്നു. സീനിയർ പാസ്റ്ററായ ദാസിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിഥിയായിരിക്കുന്ന ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അതുപോലെ തന്നെ വിശേഷാൽ കുഞ്ഞുങ്ങളെയും എന്റെ വിദൂരമായിരിക്കുന്ന ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി വന്ദനം അറിയിക്കുന്നു. ആമേൻ. ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എന്റെ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൻ്റെതായിരിക്കുന്ന യാതൊരു ആവശ്യത്തിനു വേണ്ടിയല്ല. ഞാൻ ഓഗസ്റ്റ് 12-ാം തീയതിയാണ് ഈ രാജ്യത്ത് വന്നത്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു പോകേണ്ടതായിരിക്കുന്ന സാഹചര്യമാണ് നേരിട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ വളരെ ക്ഷീണാവസ്ഥയിൽ എന്റെ മിസ്സുസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. ആദ്യമൊക്കെ പനി ഉണ്ടായിരുന്നെങ്കിലും അത് കാര്യമാക്കാതിരുന്നു. ഒടുവിൽ തീരെ അവശനിലയിലായപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അവൻ ബ്ലഡ് പരിശോധിച്ചപ്പോഴാണ് ഡെങ്കി പനിയാണ് എന്ന് മനസ്സിലാകാനിടയായത്. ഇപ്പോഴും ഹോസ്പിറ്റൽ തന്നെയാണ്, ഡിസ്ചാർജ് ആയിട്ടില്ല. വേഗത്തിൽ തന്നെ പോകാൻ ഞാൻ താല്പര്യപ്പെട്ടുവെങ്കിലും പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, മധ്യപ്രദേശിൽ ഡിൻഡോറി ഡിസ്ട്രിക്റ്റിൽ 12ഓളം ദൈവദാസന്മാർ എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട്. ആ ഡിസ്ട്രിക്റ്റിൽ 12 ദൈവദാസന്മാർ പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് അവിടെ ഒരു പ്രവർത്തനം ആരംഭിച്ചത്. 2 ദൈവദാസന്മാരോടുകൂടെ ആരംഭിച്ചതായിരിക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ മെയ് മാസമായപ്പോൾ 12 ദൈവദാസന്മാരും അതിലധികം സഭകളുമായി ചുരുങ്ങിയ മാസം കൊണ്ട് അവിടുത്തെ പ്രവർത്തനം വളരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. സാഹചര്യങ്ങളും കൈവഴിച്ച വഴികളും അതിൻ്റെതായ ദൈവ പദ്ധതിയൊന്നും ഞാൻ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, സമയക്കുറവുകൊണ്ട്. എന്റെ ഭാര്യയോ എന്റെ കുഞ്ഞുങ്ങളോ ഞാൻ അതിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും കൊണ്ടു ചെല്ലും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയില്ല. അവർക്ക് വർഷങ്ങളായിട്ട് സാഹചര്യം അറിയാം. ആമേൻ. 28 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 30 വർഷമായി, 33 വർഷമായി വിശ്വാസത്തിൽ വന്നു. കോട്ടയം ജില്ലയിൽ വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ഗ്രാമത്തിൽ, ഒരു ഉപദ്വീപ് പോലുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. വൈക്കത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും
അവൻ ആദ്യമായി എന്നെ വിളിച്ചിറക്കിയ ദൈവം. എന്ന പകൽക്കാലം ഇവിടെ ദാസൻ പറഞ്ഞപ്പോൾ പലരെയും അവൻ പരിചയമുണ്ട് എന്ന് പറയാനിടയായി. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പരിചയമുള്ളതായിരിക്കുന്ന ഇവിടെ പരിചയമുള്ള ഒരേ ഒരു വ്യക്തിയുള്ളൂ. അത് അവൻ എന്റെ ഗ്രാമത്തിലേക്ക് 33 വർഷം മുമ്പ് അവൻ എന്നെ തേടി വന്ന എന്റെ കർത്താവിനെ മാത്രമാണ് എനിക്ക് പരിചയമുള്ളത്. സ്തോത്രം. എന്റെ കുടുംബത്തിൽ നിന്ന് ആരും ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. ഞങ്ങളുടെ ആരും തന്നെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവൻ അമ്പലം ഉപേക്ഷിച്ചതായിരിക്കുന്ന അവൻ ഒരു വ്യക്തി ഇന്ന് പകൽക്കാലം സാക്ഷ്യം പറയാനിടയായപ്പോൾ എനിക്കൊരു അവൻ ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് ദൈവത്തെ ഈ ആലയത്തിൽ ആരാധിക്കുന്ന ഒരു അമ്പലം ഉപേക്ഷിച്ചതായിരിക്കും വ്യക്തി ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ദൈവത്തിന് സ്തോത്രം. എന്റെ കാര്യങ്ങൾ അധികം പറയുവാൻ താല്പര്യപ്പെടുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ വൈകിട്ട് തിരികെ പോകുവാനുള്ള ക്രമീകരണം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായിരിക്കുന്ന പ്രാർത്ഥനയിൽ ഓർക്കണമേ. അവയെ കൂടുതൽ ദിവസം നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒക്ടോബറിൽ ജനറൽ കൺവെൻഷനൊക്കെ നടക്കാൻ പോകുന്നത് കൊണ്ട് തങ്ങാനായിട്ടുള്ള അവകാശമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പോവുകയാണ്. ഒരു പ്രത്യേക ആവശ്യ സാഹചര്യത്തിലാണ് ഞാൻ വന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അവ വ്യക്തിപരമായിട്ട് അവയെ പറയാനേ എനിക്ക് സമയമുള്ളൂ. ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുവാൻ ഞാൻ ശരണപ്പെടുകയാണ്. അവയെ ദൈവമക്കൾ എല്ലാവരും സ്തോത്രത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ അവയെ പ്രാർത്ഥനയോട് ബന്ധത്തിൽ തന്നെയാണല്ലോ ഇന്ന് പകൽക്കാലം അവയെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവച്ചത്. അതുകൊണ്ട് ഞാനും അവൻ അതിനുള്ള ബന്ധത്തിൽ തന്നെ അവൻ ചില കാര്യങ്ങൾ അവൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അവൻ ഇന്ന് പകൽക്കാലം ഉപവാസ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. അവൻ ഉപവാസ പ്രാർത്ഥന ഒരിക്കലും നഷ്ടമല്ല എന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഉപവസിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ ദൈവദാസന്മാർ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. സ്തോത്രം. എത്രത്തോളം താഴിറങ്ങിപ്പോയാലും ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ സാഹചര്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന് നിർവചനമൊന്നും പറയുവാൻ ഞാൻ പ്രാപ്തനല്ല. പക്ഷേ പ്രാർത്ഥനയുടെ ഗുണം, പ്രാർത്ഥനയുടെ സവിശേഷത, ആമേൻ, പ്രാർത്ഥന കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുവാൻ ഇന്ന് പകൽക്കാലം എനിക്കൊരു പക്ഷേ കഴിഞ്ഞെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. ആണോ? ഹല്ലേലൂയ. കുവൈറ്റിലൊക്കെ യുദ്ധം ഉണ്ടായ സമയത്ത് അവയെ പ്രാർത്ഥിക്കാത്ത വ്യക്തികൾ പോലും നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചതായിരിക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. പലരും പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് പലരും പ്രാർത്ഥിക്കാറുള്ളത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ പ്രാർത്ഥിക്കുവാൻ വിഷയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സമീപിക്കണമേ എന്ന് ഞാൻ വളരെ താഴ്മയോടുകൂടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലർക്കും ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ വിഷയങ്ങൾ ഇല്ല, വിഷയത്തിന്റെ ക്ഷാമമുണ്ട് പലർക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം അവയെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അനുഭവമുള്ളതായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് പ്രാർത്ഥിക്കുവാൻ വിഷയം അന്വേഷിച്ച് നടക്കേണ്ടതായിരിക്കുന്ന ആവശ്യം ഇല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് മറ്റൊരു തന്നെ അനുഭവം കടമെടുത്ത് സ്തോത്രം പറയേണ്ട ആവശ്യം അവന്റെ ജീവിതത്തിൽ വരികയില്ല. പ്രാർത്ഥിച്ച ദൈവത്തിന്റെ പ്രവൃത്തി കാണാമെന്ന് അവൻ പാടിയാൽ പോരാ. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ദൈവത്തിന്റെ പൈതലിന് കഴിയണം. പ്രസംഗിക്കാൻ ഒരു പക്ഷേ പ്രസംഗശാസ്ത്രം പഠിക്കണം, വ്യാഖ്യാന ശാസ്ത്രം പഠിക്കണമായിരിക്കാം, പക്ഷേ വിദ്യാഭ്യാസം വേണമായിരിക്കാം, പാഠവും വേണമായിരിക്കാം. എന്നാൽ പ്രാർത്ഥിക്കുവാൻ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല, തിയോളജിയുടെ ആവശ്യമില്ല, മഹിമയുടെ ആവശ്യമില്ല, പാണ്ഡ്യത്തിന്റെ വാക്ചാതുര്യത്തിന്റെ ആവശ്യമില്ല.
പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ പ്രാർത്ഥന ഭയങ്കര ഗംഭീര പ്രാർത്ഥനയാണെന്ന്. ഹല്ലേലൂയ. അല്ലേ? നമ്മുടെ പ്രാർത്ഥന ഗംഭീര പ്രാർത്ഥനയാണെന്ന്. പ്രിയപ്പെട്ടവരെ, പലരുടെയും പ്രാർത്ഥന കേട്ടാൽ, മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലും കേട്ടാൽ നമുക്ക് പ്രയാസം തോന്നും. കാരണം ഗ്രാമറൊക്കെ വല്ലയിടത്തും ഒക്കെയാ. നമ്മൾ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ശ്രദ്ധിക്കണം. അല്ലേ? നമ്മളൊക്കെ വിചാരിക്കും എന്റെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ട്, എന്റെ പ്രാർത്ഥനയുടെ ആ കസർത്ത് കൊണ്ട്, ആ വാചകത്തിന്റെ ഗാംഭീര്യം കൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നാണ് പലപ്പോഴും നമ്മൾ അഭിമാനിച്ചേക്കാം. എന്നാൽ എന്റെ മകൾക്കാലം പറയട്ടെ, നിന്റെ മനസ്സറിയുന്ന, നിന്റെ ഉള്ളറിയുന്ന സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിന്റെ സഹായവും തുണയും നിനക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ പോലും മറുപടി കിട്ടിയെന്ന് വരികയില്ല. നമ്മുടെ ബലഹീനതയ്ക്ക് ദൈവത്തിന്റെ ആത്മാവ് തുണ നിൽക്കുന്നു. എന്തുകൊണ്ടാ പ്രാർത്ഥിച്ചതെല്ലാം കിട്ടാമെന്ന് അറിയാമോ? അതെ, ദൈവഹിതപ്രകാരമുള്ളതിനു മാത്രമേ എന്റെ ദൈവം മറുപടി തരത്തുള്ളൂ. മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം വേഗത്തിൽ നിന്ന് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യം. ആകെ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കർത്താവിന്റെ ആജ്ഞയാണ്, കർത്താവിന്റെ കൽപ്പനയാണ്. ഈ വാക്യം പറയുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ പശ്ചാത്തലമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയോ, നല്ല ഉദ്യോഗത്തിന് വേണ്ടിയോ, ഒരു നല്ല വാഹനത്തിന് വേണ്ടിയോ, ഒരു നല്ല ഭവനത്തിന് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയുടെ പശ്ചാത്തലമല്ല ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഗതസമയത്തെ പ്രാർത്ഥന ദൈവമക്കളെ ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിൽ ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വർഗത്തെ പിടിച്ചുലത്തതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഗതസമനയിലെ പ്രാർത്ഥന. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ താൻ കൂട്ടിന് വിളിച്ചു കൊണ്ടുപോയവർ അവൻ ക്ഷീണിതരായി മയങ്ങുന്നത് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് എന്നോട് അവൻ അല്പസമയമെങ്കിലും സഹകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ പോയല്ലോ. അവൻ അല്പം സങ്കടമുണ്ടെങ്കിലും അത് അടക്കി പിടിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. കർത്താവിന് പ്രാർത്ഥനയുടെ പ്രാധാന്യം അറിയാം, പ്രാർത്ഥനയുടെ വില അറിയാം. യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും മാത്രമായിരുന്നില്ല. പിന്നെയോ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു മറ്റുള്ളവർക്ക് മാതൃക കാണിക്കുവാൻ കർത്താവിന് സാധിച്ചു. ഹല്ലേലൂയ. നമുക്ക് പ്രസംഗിക്കുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആമേൻ. മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ വലിയ പ്രയാസമില്ല, വ്യാഖ്യാനിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പല വാക്കുകളെ മാത്രം വ്യാഖ്യാനിക്കാൻ, നിർവചനം പറയുവാൻ പ്രയാസമില്ല. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അല്പം പ്രയാസമുണ്ട്. ഹല്ലേലൂയ. ഇതിനെ കുറ്റം പറയുകയല്ല, ഞാനും കൂടി അനുഭവിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഞാൻ മാത്രമല്ല, പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചതിന് ശേഷം കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാനൊരു ക്രമീകരണം ചെയ്യുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ എളുപ്പമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളോടൊക്കെ എത്രയോ പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടുണ്ട്? ശരിയല്ലേ? ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥിക്കുക. ഞാനും എത്രയോ പേരോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു? ദൈവത്തിന്റെ വൈദ്യുതിയിലേക്ക് പകൽക്കാലം അതെ പ്രാർത്ഥിക്കണമെന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഏതൊരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയുന്നതായിരിക്കുന്ന
വളരെ പ്രയാസമില്ലാത്ത കാര്യമാണ്. എന്നിങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 14:13 കൂടെ വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 14:13 വേഗത്തിൽ വായിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരും. ഞാൻ ശ്രമിക്കാമെന്നോ നോക്കാമെന്നോ എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിച്ചിരിച്ചു. കർത്താവിന്റെ ദാസനെ കർത്താവിന്റെ ദാസന്റെ വാക്കിനെ മാനിക്കുവാൻ പാലിക്കുവാൻ ശക്തീകരിക്കുന്ന ദൈവമാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്ത് തരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ഉത്തമമായിരിക്കുന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആരോടാ പ്രാർത്ഥിക്കുന്നത് നമ്മള്? ഹല്ലേലൂയ. നിസ്സാരനായിരിക്കുന്ന ഒരു വ്യക്തിയോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനെക്കുറിച്ച് രാവിലെ കാലം ഇവിടെ നമ്മൾ കേട്ടു, പാട്ടുകൾ പാടി അതിലേക്കൊന്നും കിടക്കാൻ ഇപ്പോൾ ഞാൻ സമയം എടുക്കുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് യേശു ഉറപ്പ് തന്നിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ചെയ്തു തരും. ഈ ചെറിയ നിലയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും വലിയ കാര്യം നമുക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ ആ പ്രാർത്ഥനയോടുകൂടെ ഹിസ്കിയാവിനെ പോലെ അവൻ വിങ്ങുന്ന ഹൃദയത്തോടുകൂടെ 2 തുള്ളി കണ്ണുനീരോടുകൂടെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, മറുപടി ഇച്ചിലൂടെ മെച്ചപ്പെട്ടതായിരിക്കുന്നില്ലേ? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, മെച്ചപ്പെട്ടതായിരിക്കുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ സ്വർഗം കരുതി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തൃപ്തിയായിരിക്കുവാനല്ല, പിന്നെയും അതിലേക്ക് ലക്ഷ്യം വയ്ക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:41 വായിക്കും പെട്ടെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14:41. കർത്താവ് മേലോട്ട് നോക്കി, പിതാവേ, എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നമുക്കതിന്റെ പശ്ചാത്തലം അറിയാമല്ലേ? ഏതൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ഈ കാര്യം പറയുന്നത്? അവൻ 11-ാം അധ്യായത്തിൽ അവൻ വളരെ വേദനാജനകമായ, സങ്കടകരമായ, നിരാശാജനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? ലാസർ എന്ന് പറയുന്ന ഒരു പ്രധാനക്കാരൻ പരിപിടിച്ചു കിടക്കുന്നു അറിഞ്ഞപ്പോൾ കർത്താവ് വന്നില്ല. അതും കഴിഞ്ഞു, അവൻ മരിച്ചു, അപ്പോഴും വന്നില്ല. ഹല്ലേലൂയ. അടക്കം ചെയ്തു. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞപ്പോൾ അവന് നാട്ടം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ബേഥാനിലേക്ക് യേശു കടന്നു വന്നു. ഹല്ലേലൂയ. ഒരുപാട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുക. ഇതൊന്നും വിശ്വസിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഓക്കെ, നല്ല കാര്യമാണ്. അതൊക്കെ ഈ യേശു കല്ലറയ്ക്കൽ ചെന്നിട്ട് സ്വർഗത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി. എന്നിട്ട് യേശു പറഞ്ഞ കാര്യമാണ്, പിതാവേ, അങ്ങന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആ മുകളിലുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും വാക്യത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചതായിട്ട് എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തന്നല്ലതാ. അവിടെ മുകളിൽ ഓരോ വാക്ക് പോലും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് കർത്താവ് പറയുന്ന, പിതാവേ, നീ എന്റെ അപേക്ഷ, നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സംഭവം എന്താണെന്നറിയാമോ?
അവൻ പനി പിടിച്ച് കിടന്നറിഞ്ഞപ്പോൾ തുടങ്ങി ആ വിഷയത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു. സമയം വേദനിച്ച് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ വിഷയത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം അവൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിയോഗം കിട്ടിയപ്പോൾ ബേഥാനിലേക്ക് യേശു വരികയാ. കൂടെ വന്നവര് പറഞ്ഞു, വരാവേ നമുക്കും പോകാം, പക്ഷേ തിരിച്ചു വരുമെന്നുള്ളതായിരിക്കുന്ന പ്രതീക്ഷയൊന്നും വേണ്ട, അവനോടുകൂടെ മരിക്കാൻ സാഹചര്യമല്ലേ. സ്തോത്രം. എന്താ ഇന്ന് പകർത്താൻ ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ച യേശു പ്രാർത്ഥിച്ച യേശു എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കുമെന്നും അവരെ തക്ക മറുപടി തരുമെന്നും ഉറപ്പുള്ളവൻ കർത്താവിൽ നിന്നുകൊണ്ട് പറയുന്നു, എന്റെ യോഗത്തെ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സഭയോട് ദൂത് പറയുന്നു, മുമ്പിൽ പട്ടുപോകുവാൻ അനുവദിക്കാത്ത ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോകുക. അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നു. അത്ഭുതം കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. നീ അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിസരോ ഒരു മറയും കൂടാതെ നിനക്ക് വേണ്ടി ഇന്ന് അത്ഭുതം ചെയ്യുവാൻ എന്റെ കർത്താവ് പ്രാർത്ഥിക്കുന്നവർ ഉറപ്പുണ്ട്. അത് സംഭവിക്കും. പ്രാർത്ഥിച്ച യേശുവിന് ഉറപ്പുണ്ടായിരുന്നു, ഈ കല്ലറയ്ക്ക് മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. കാലം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, നിന്നെ ലജ്ജിപ്പിക്കുക, നിന്നെ തോൽപ്പിക്കുക ശബ്ദം അനവധി തവണ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പകർത്താൻ ദൈവാത്മാവിന് ഉറപ്പ് തരുന്നു, നീ ലജ്ജിച്ചു പോവുകയില്ല. ലജ്ജിച്ച് തലനാട്ടേണ്ട സ്ഥാനത്ത് നിന്നെ നിലനിർത്തുവാൻ, നേരെ നിർത്തുവാൻ എന്റെ ദൈവം ശക്തനും വിശ്വസ്തനുമാണ്. യേശു കല്ലറയ്ക്ക് നിന്നുകൊണ്ട് ധൈര്യത്തോടെ പറയുന്നു, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ചുറ്റുപാട് നിൽക്കുന്നവര് ഈ പ്രാർത്ഥനയ്ക്ക് എന്തോ വേറെ നിലയിലായിരിക്കും പ്രതികരിക്കുന്നേ. സ്വന്തം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അല്പം വൈകിപ്പോയാൽ നീ നിരാശപ്പെടരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നത് ഹല്ലേലൂയ ആമേൻ ഒറ്റ രീതിയിലായിരിക്കയില്ല, ചെറിയ നിലവാരത്തിലായിരിക്കയില്ല, ഏറ്റവും മെച്ചപ്പെട്ടത് ഹല്ലേലൂയ. വ്യക്തമായി അതിനോട് ശക്തമായി പറയുക. പ്രാർത്ഥനയുടെ മറുപടി താമസിച്ച് പോയെന്ന് ഓർത്ത് നിരാശപ്പെടുന്ന വ്യക്തി ജീവിതമേ, ദൈവം നിരപൂർവമായി താമസിക്കുന്നതാണ്.
പറ്റിയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പറയാണ്, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. ഈ ദിവസങ്ങളിൽ അധികാരത്തോടെ കർത്താവിദാസൻ പറഞ്ഞതുപോലെ ബന്ധത്തോടെ അവകാശത്തോടെ ചിലത് പിടിച്ചു പറ്റുക, ചിലത് നേടിയെടുക്കുക, ചിലത് പ്രാപിച്ചെടുക്കുക. ദൈവമക്കൾ ഒന്നോട് ഒരുങ്ങട്ടെ. എന്റെ പേർക്കാൾ ആത്മാവിൽ തന്നെ ഞാൻ പറയുന്നു, ഒരു വ്യക്തി പോലും അകന്നിരിക്കരുത്, ഒരു വ്യക്തി പോലും മാറിയിരിക്കരുത്. നീ ഒറ്റപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ ഒറ്റപ്പെടുത്തുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. നീ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ ദൈവത്തിന്റെ പൈതലെ നീ അതിജീവിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അവൻ നിന്നെ മാനിക്കുവാൻ പോകുക. വ്യക്തിപരമായി പലരെയും ദൈവം ആദരിക്കുവാൻ പദ്ധതിയിട്ടിരിക്കുക. ചുമ്മാ പറയുന്നത്, സന്തോഷിക്കാൻ പറയുന്നത് ഇങ്ങനെ പറയുന്ന ആളല്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് ദർശനം ദൈവം കൊടുക്കും, പ്രാർത്ഥിക്കുന്നവന് വെളിപ്പാട് ലഭിക്കും. ആമേൻ. ഇതൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിച്ചത്, ദാനിയേലിന്റെ പ്രാർത്ഥന പറയാൻ ആഗ്രഹിച്ചത്, പക്ഷെ എവിടേക്ക് വരാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ദാനിയേൽ ഒരു കാര്യം പ്രാർത്ഥിച്ചു. 85-85 വർഷം അവയെ പ്രായമുള്ള വയസ്സുള്ള വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ തീരുന്ന ഒരു ദിവസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആ നിമിഷം പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി. ഹല്ലേലൂയ. ദൈവത്തിന്റെ യാതൊരു ശൂന്യമായിരിക്കുമ്പോൾ തട്ടിട്ട വീടുകൾ പാർക്കുവാൻ നമുക്ക് കഴിയരുത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ ഇനിയും ഇടം ബാക്കി കിടക്കുക. കേട്ടോ, നിങ്ങളുടെ നിർത്തുകയാണ്. അറിവില്ല 20 സാരമില്ല. കർത്താവിദാസൻ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കൽ കൂടെ അവൻ ആവശ്യപ്പെടുന്നു. എന്റേതായിരിക്കുന്ന പ്രാർത്ഥന വിഷയങ്ങളൊന്നും പറയാൻ അവൻ സമയമില്ല. ദൈവമക്കളെ, നിങ്ങൾക്ക് പറയുന്നതിനനുസരിച്ച് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഇരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.